നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തായാലും റിയ സലീം പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടത്. ആ ഒരു അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല. അയാളുടെ പോസ്റ്റിന് എന്തായാലും 8ന്റെ അല്ല 16ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അപ്പം ആർമി തന്നെ അതിലൊരു ഉദ്യോഗസ്ഥൻ്റെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അയാളെ ഇട്ട പോസ്റ്റിനെതിരെ നല്ല ശക്തമായ നടപടി തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേഷനൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്തെങ്കിലും ഒരു കാര്യം, അതായത് പ്രത്യാക്രമണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്രമിക്കുകയല്ല ചെയ്യുന്നത്, പ്രത്യാക്രമണമാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്ന് നമ്മുടെ പാവപ്പെട്ട സിവിലിയൻസിനെ കൊന്നൊടുക്കിയതിൻ്റെ പ്രത്യാക്രമണമാണ് ചെയ്തത്. എന്നിട്ടും പലതവണ ക്ഷമിച്ച് പോട്ടെ എന്ന രീതിയിൽ നമുക്കെല്ലാം നോക്കിക്കാണുമ്പോൾ അങ്ങനെയാണ് അല്ലേ? പലതവണ വേണ്ട കുറേ സിവിലിയൻസ് അവിടെയും നഷ്ടപ്പെടുമോ എന്നുള്ള വേദന എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എന്തായാലും സാധാരണക്കാരും കൊല്ലപ്പെടുന്ന വിഷമം അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അതൊന്നും അറിയാത്തവരല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ ആർമീസ് ആണെങ്കിലും നമ്മൾ നാട്ടുകാരാണെങ്കിലും ഒന്നും അറിയാത്തവരൊന്നല്ല. അവർക്ക് എല്ലാത്തിനും കുറിച്ച് നല്ല ബോധ്യമുള്ള, നല്ല നിങ്ങളെക്കാളും 10 മടങ്ങ് ഷാർപ്പായിട്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഔദ്യോഗിക തലത്തിൽ മീറ്റിംഗ് കൂടി വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ആർമിയാണ് ഇന്ത്യയുടെ ആർമി എന്ന് പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണോ? നമ്മൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അതിർത്തിയിൽ അവർ നമുക്ക് കാവലായി ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അവരാരും അവിടെ ഇല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി അങ്ങേ അറ്റം വരെ ഇറങ്ങി വരും. നമുക്ക് കാവലായിട്ട് അവർ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം സേഫായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പം അവരൊരു പണി എടുക്കുന്ന സമയത്ത് അതിനെ എന്തിനാണ് അവർ ചെയ്യുന്നത്, എന്തിനാണ് അവരത് തെറ്റ് ചെയ്യുന്നത്? പാകിസ്ഥാനികൾ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നവർക്കെതിരെ വളരെ ശക്തമായ നടപടി ഉണ്ടാവും എന്നത് ഒരു ചൊല്ലുണ്ടല്ലോ, ചോറ് ഇവിടെയും കൂറ എവിടെയും കാണിക്കുന്ന ഒരുപാട് എണ്ണം ഇതിനകത്ത് തന്നെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇന്ത്യ പാകിസ്ഥാനോട് പ്രത്യാക്രമണം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നൊക്കെ ചിലരുടെ ആരായുന്ന സമയത്ത് ചില കൃമികടിയുള്ളവരൊക്കെ പറയുന്ന ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഒക്കെ നോക്കി കണ്ടറിയാം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന കുറേ എണ്ണം ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്തായാലും റിയ സലീമെ നീ പെട്ടിട്ടുണ്ട് നല്ല രീതിക്ക്. കാരണം അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ ഇരുന്ന് പലപ്പോഴും പലരും റിയ സലീമിൻ്റെ വേഷത്തെക്കുറിച്ച് ഡിഫറെൻ്റ് ലിപ്സ്റ്റിക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് അതൊക്കെ അയാളുടെ ചോയ്സാണ്, അയാൾ എന്തോ ചെയ്യട്ടെ. പക്ഷേ ഇന്ത്യൻ ആർമി അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന നമ്മളെ കാവലാളുകൾ എടുക്കുന്ന തീരുമാനം ഒരു രാജ്യം എന്ന നിലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതിൽ കൃമികടിയുള്ളവർക്ക് 8ന്റെ പണി തന്നെ കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും റിയ സലീമുള്ള പണി വരുന്നുണ്ട്, നല്ല രീതിക്കുണ്ട്. എന്നെങ്കിൽ നമുക്ക് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ രാജ്യം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇത്രയേ ഉള്ളൂ, ഒന്ന് തരിപ്പണമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ നമുക്കും ഉണ്ടാ ഫീലിങ്സ്, ഒരുപാട് പേര് മരണപ്പെടുമോ, എന്നിട്ടും ഇന്ത്യ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ പ്രത്യാക്രമണം ചെയ്യുന്ന സമയത്ത്, ഇന്ത്യ ആക്രമിക്കല്ല ഇന്ത്യ പ്രത്യാക്രമണം ചെയ്യുന്ന സമയത്ത് ഒരു സിവിലിയൻസ് പോലും മരണപ്പെടരുത്. ഇത്തരം പിന്നെ ആക്രമണം അയച്ചു വിടുന്നവർക്കെതിരെ മാത്രമാണ് ഇന്ത്യ തിരിച്ച് പ്രത്യാക്രമണം ചെയ്യുന്നത്. ഇവരിങ്ങോട്ട് ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമ അത് അങ്ങേ അറ്റം എത്തുമ്പോൾ മാത്രമാണ് തിരിച്ച് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതിനെതിരെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ഇത്തരം പോസ്റ്ററുകൾ തയ്യാറാക്കുന്നവർ സൂക്ഷിച്ചോ, നല്ല 8ന്റെ പണി നിങ്ങൾക്കും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ വരാൻ പോകുന്ന പണി എന്താണെന്ന് ഏതായാലും റിയ സലീം കണ്ടറിയാം. ഇന്ത്യ എന്ന വികാരത്തോടു കൂടി മതം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കുക. ഇപ്പം നമ്മൾ അവിടെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ഒന്നും ഇല്ല പാകിസ്ഥാനികൾക്ക്. ഇന്ത്യൻസ് ഒന്നും ഒറ്റ വികാരമേ ഉള്ളൂ. അവരെല്ലാവരും ഈ ഡ്രോൺ ഇട്ടിട്ടും മറ്റുള്ള രീതിയിലും പിന്നെ നമ്മുടെ സിവിലിയൻസിന് നേരെ അവരെ ആക്രമിക്കുമ്പോൾ അവർ മുസ്ലിംസിൻ്റെ തലയിൽ അത് വീഴല്ലേ,
ഹിന്ദുവിൻ്റെ തലയിൽ മാത്രം വീണാൽ മതി എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല. ഇന്ത്യക്കാർക്ക് നേരെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നുള്ള രീതിക്ക് എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. ഇതിനിടയിൽ ഇത്തരം രീതിയിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നവർക്ക് പണി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേഷൻ വരുന്ന വഴിക്ക് അറിയിക്കുന്നതായിരിക്കും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.